ഇറാൻ ഇസ്രയേൽ സംഘർഷം അതിരൂക്ഷമായി തന്നെ തുടരുകയാണ്. പശ്ചിമേഷ്യയിൽ എന്താണ് സംഭവിക്കുന്നത്, ഒടുവിലായി പുറത്തുവരുന്ന വിവരങ്ങൾ എങ്ങനെയാണ് എന്നുള്ള കാര്യമാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഇസ്രയേൽ ആക്രമണം നിർത്തിയാൽ ഇറാനും നിർത്താമെന്ന് വിദേശകാര്യമന്ത്രി അബ്ബാസ് അഗ്രി പ്രതികരിച്ചു. ആക്രമണത്തിന് ഇറാൻ വലിയ വില നൽകേണ്ടി വരുമെന്നും ഇത് നിലനിൽപ്പിന്റെ പോരാട്ടമാണെന്നും നെതന്യാഹു മുന്നറിയിപ്പ് നൽകുന്നു. ഇറാനും ഇസ്രയേലും കരാറിൽ ഏർപ്പെടണമെന്നും അത് താൻ സാധ്യമാക്കുമെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏറ്റവും പുതിയ വിവരങ്ങളുമായി ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് മെറിൻ മേരി ചാക്കോ നമുക്കൊപ്പം ചേരുകയാണ്. മെറിൻ, ഇപ്പോഴും ഒരു സംഘർഷ സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. കഴിഞ്ഞ മണിക്കൂറുകളിലും ഇരു രാജ്യങ്ങളും നേർക്കുനേർ ആക്രമണം നടത്തുന്ന നിലയിൽ തന്നെയാണ് കാര്യങ്ങളുള്ളത്. ഇരു നേതാക്കളുടെയും പ്രതികരണങ്ങളും വരും മണിക്കൂറുകളിലും കാര്യങ്ങൾ വഷളാവാൻ തന്നെയാണ് സാധ്യത എന്ന് സൂചിപ്പിക്കുന്നു. പക്ഷേ അതിനിടയിൽ ട്രംപിൻ്റെ ഒരു പ്രതികരണം, ഒരു സമാധാനം സാധ്യമാകും, അത് താൻ സാധ്യമാക്കും എന്ന ട്രംപിൻ്റെ പ്രതികരണം, അതിനെ എങ്ങനെയാണ് കാണേണ്ടത്? പശ്ചിമേഷ്യയിൽ ഒടുവിലായി സംഭവിക്കുന്ന നീക്കങ്ങൾ എങ്ങനെയാണ് മെറിൻ? റിജിത്ത്, ഇറാൻ ഇസ്രായേൽ സംഘർഷം അതിരൂക്ഷമായി തന്നെ തുടരുകയാണ്. ഈ മണിക്കൂറുകളിലും കനത്ത ആക്രമണമാണ് ഇരു ഭാഗത്തു നിന്നും ഇരു രാജ്യങ്ങളിൽ നിന്നും ഉണ്ടാകുന്നത്. ഇറാനിലെ പ്രധാനമായും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ എണ്ണപ്പാടങ്ങൾ, സൈനിക കേന്ദ്രങ്ങൾ, ആണവ കേന്ദ്രങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ചാണ് ഇസ്രായേലിന്റെ ആക്രമണമെങ്കിൽ ഇന്ന് വിമാനത്താവളങ്ങളിലാണ് ആക്രമണം നടത്തിയിരിക്കുന്നത്. പ്രധാനമായും 3 വിമാനത്താവളങ്ങളിലാണ് ഇപ്പോൾ ആക്രമണം നടന്നിരിക്കുന്നത്. അവിടെയെല്ലാം കനത്ത നാശനഷ്ടമുണ്ടായെന്നും റിപ്പോർട്ടുകൾ വരുന്നു. എന്നാൽ ഇറാന്റെ തിരിച്ചടി എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ പ്രധാന നഗരങ്ങൾ ആക്രമിച്ചാണ്. ടെൽ അവീവ്, ഹൈഫ തുടങ്ങിയ നഗരങ്ങളിലാണ്, ബെത്തയാം തുടങ്ങിയ നഗരങ്ങളിലാണ് ഇറാന്റെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഇറാന്റെ പുതിയ തരത്തിലുള്ള മിസൈലുകൾ, ഹജ് ഹസീം എന്നുള്ള മിസൈലുകൾ ഉപയോഗിച്ചാണ് ഇത്തരത്തിൽ ആക്രമണം നടത്തിയിരുന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. പ്രധാനമായും ഇസ്രായേലിന്റെ ഹൈഫ എന്ന നഗരം, അതായത് ഇസ്രായേലിന്റെ തുറമുഖ നഗരമാണ്. ഈ ഒരു നഗരത്തിലാണ് പ്രധാനമായും ഇപ്പോൾ ആക്രമണം നടക്കുന്നത്. തിരിച്ചും അതുപോലെ തന്നെ പ്രത്യാക്രമണങ്ങളെല്ലാം നടക്കുന്നുണ്ട്. പ്രധാനമായും ഇറാന്റെ പ്രതിരോധ വിഭാഗവുമായി ബന്ധപ്പെട്ട ഒരു കേന്ദ്രത്തിൽ അല്ലെങ്കിൽ ഒരു കെട്ടിടത്തിൽ ഏറ്റവും ഒടുവിലായി ഇപ്പോൾ ആക്രമണം നടന്നു എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. അത്തരത്തിൽ ഇരു വിഭാഗവും തമ്മിൽ കനത്ത ആക്രമണം തുടർന്നിടെയാണ് ഇരു രാജ്യങ്ങളുടെയും നേതാക്കന്മാരുടെ പ്രതികരണം ഇപ്പോൾ വന്നിരിക്കുന്നത്. അതിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഈ ആക്രമണ സ്ഥലങ്ങൾ സന്ദർശിച്ച ശേഷമുള്ള പ്രതികരണമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് വലിയൊരു ആക്രമണമാണ് നടന്നിരിക്കുന്നത്, അതിന് ഇറാൻ കനത്ത തിരിച്ചടി തന്നെ നേരിടേണ്ടി വരും. ഇറാനിൽ ഇപ്പോൾ 20,000 ഇത്തരത്തോളം മിസൈലുകളുണ്ടെങ്കിൽ അത് തിരിച്ചടി എത്രത്തോളമായിരിക്കുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയുന്നതേ ഉള്ളൂ. ആക്രമണം തുടങ്ങിയത് അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചതും, ഒരു ആണവ ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് ആക്രമിച്ചതും. ആ ഒരു ആക്രമണത്തിൽ നിലനിൽപ്പിന്റെ ഒരു പോരാട്ടമാണ്, അതിന്റെ അവസാന വിജയം ഇസ്രായേലിനായിരിക്കുമെന്ന് തന്നെയാണ് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രതികരണം വന്നിരിക്കുന്നത്. നേരത്തെ ഈ ഒരു ആക്രമണം തുടങ്ങിയപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു രാജ്യം വിട്ടെന്നും ബങ്കറുകളിലേക്ക് മാറിയെന്നുമുള്ള വിവരങ്ങൾ അല്ലെങ്കിൽ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഈ റിപ്പോർട്ടുകളെല്ലാം തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ ദൃശ്യങ്ങൾ സഹിതമാണ് IDF അത് പുറത്തുവിട്ടിരിക്കുന്നത്. ബെഞ്ചമിൻ നെതന്യാഹു ആ ആക്രമണത്തിന് ഇരയായ സ്ഥലങ്ങളെല്ലാം തന്നെ സന്ദർശിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. തൊട്ടു പിന്നാലെ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാന്റെ പ്രതികരണം വന്നിട്ടുണ്ട്. അതായത് ഈ ആക്രമണം തുടരും, അതായത് ഇസ്രായേലിന് കനത്ത തിരിച്ചടി തന്നെ നൽകും, ആക്രമണം തുടങ്ങിവെച്ചത് തങ്ങളല്ല എന്ന് തന്നെയാണ് ഇറാൻ പ്രസിഡന്റിന്റെ പ്രതികരണം വന്നിരിക്കുന്നത്. മാത്രമല്ല ഇറാൻ വിദേശകാര്യ മന്ത്രിയുടെയും പ്രതികരണവും വന്നിട്ടുണ്ട്. അതായത് ഇസ്രായേൽ ആക്രമണം നിർത്തിയാൽ തങ്ങളും ആക്രമണം നിർത്താമെന്ന് തന്നെയാണ് ഇപ്പോൾ ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗിച്ചി പ്രതികരിച്ചിരിക്കുന്നത്. തൊട്ടു പിന്നാലെ നേരത്തെ ഇറാന് മേലൊരു മുന്നറിയിപ്പിന്റെ സ്വരത്തിലായിരുന്നു അമേരിക്കയുടെ പ്രതികരണം. പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ട്രംപിന്റെ പ്രതികരണം ഒരു സമാധാനത്തിന് വേണ്ടിയുള്ള ഒരു നീക്കം അമേരിക്കയുടെ ഭാഗത്തുനിന്ന്, ട്രംപിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്ന സൂചന നൽകുന്നുണ്ടോ? റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനും അമേരിക്കയുടെ ഇടപെടൽ ഇതുമായി ബന്ധപ്പെട്ട് വേണം എന്ന തരത്തിലുള്ള ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. അമേരിക്ക ഏത് തരത്തിലുള്ള റോളാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് മെറിൻ? റീജിത്ത്, നേരത്തെ തന്നെ ട്രംപ് ഇറാൻ ഇസ്രായേൽ യുദ്ധം അല്ലെങ്കിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധം അവസാനിപ്പിക്കുന്നു, അതുപോലെ തന്നെ റഷ്യ യുക്രൈൻ യുദ്ധങ്ങളിലെല്ലാം ഇടപെട്ടിരുന്നു. ഇതുപോലെ തന്നെ ഈ ഇറാനും ഇസ്രായേലും തമ്മിൽ ഒരു സമാധാന ഉടമ്പടിയിലെത്തും അല്ലെങ്കിൽ അവരൊരു ധാരണയിലെത്തുമെന്നുള്ള പ്രതീക്ഷയാണ് അല്ലെങ്കിൽ എന്നുള്ളൊരു ഉറപ്പ് തന്നെയാണ് ഇപ്പോൾ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. അതായത് മിഡിൽ ഈസ്റ്റിൽ, അതായത് ലെറ്റ്സ് മേക്ക് മിഡിൽ ഈസ്റ്റ് ഗ്രേറ്റ് അഗെയിൻ എന്നുള്ള പേരിലാണ്
സോഷ്യലാണ് ട്രൂത്ത് സോഷ്യൽ ഈ ഒരു പ്രതികരണം വന്നിരിക്കുന്നത്. ഇവർ തമ്മിലുള്ള ഉടൻ ധാരണയിലെത്തണം, അത് താൻ സാധ്യമാക്കുമെന്ന് തന്നെയാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. നേരത്തെ ഇസ്രായേലും ഹമാസ് തമ്മിലുള്ള വെടിനിർത്തൽ ധാരണ വരുന്നതിനും ബന്ദികളെ കൈമാറുന്നതുമെല്ലാം ഒരു നിർണായക പങ്ക് ട്രംപ് വഹിച്ചിരുന്നു. അത് ചൂണ്ടിക്കാട്ടി തന്നെയാണ് ഇപ്പോൾ ട്രംപിന്റെ ഒരു പ്രതികരണം വന്നിരിക്കുന്നത്. നേരത്തെ തന്നെ ഇറാന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതായത് ഏതെങ്കിലും തരത്തിൽ അമേരിക്കയെ ആക്രമിക്കാൻ മുതിർന്നാൽ അമേരിക്കയുടെ സൈനിക ശക്തിയുടെ കരുത്ത് ഇറാൻ അറിയും. ഇതുവരെ ഇല്ലാത്ത വിധം ഒരു ആക്രമണം ഇറാൻ നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഇരു രാജ്യങ്ങളും തമ്മിൽ ഉടൻ ധാരണയിലെത്തും, അത് താൻ സാധ്യമാക്കും, തനിക്കതിൻ്റെ ക്രെഡിറ്റ് ഒന്നും ആവശ്യമില്ല, ഒരു സമാധാനമാണ് ആഗ്രഹിക്കുന്നത്, അതിൻ്റെ ഒരു തരത്തിലുള്ള ക്രെഡിറ്റും തനിക്ക് ആവശ്യമില്ല. ഇപ്പോൾ ഇറാൻ അല്ലെങ്കിൽ ഇസ്രായേലും ഹമാസും തമ്മിൽ ധാരണയിലെത്താൻ താൻ ശ്രമിച്ചു. റഷ്യയും അതുപോലെ തന്നെ യുക്രൈനും തമ്മിൽ ഒരു സമാധാന ശ്രമത്തിന് താൻ ശ്രമിച്ചു. എന്നാൽ അതിനെല്ലാം അവർ യുദ്ധം തുടരുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ പോലും ഇരു രാജ്യങ്ങളും തമ്മിൽ ഒരു സമാധാനം അല്ലെങ്കിൽ ഒരു ധാരണയിലെത്തും എന്ന് തന്നെയാണ്, അത് താൻ സാധ്യമാക്കുമെന്നുള്ള പ്രതികരണമാണ് ട്രംപ് നടത്തിയിരിക്കുന്നത്. അതേസമയം ഇരു രാജ്യങ്ങളും തമ്മിൽ ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകുകയാണ്. കാര്യങ്ങൾ സമാധാനത്തിലേക്ക് എത്താൻ സമവായത്തിന്റെ ഭാഷയിൽ ഒരു നയതന്ത്ര തലത്തിലുള്ള ഒരു ചർച്ചയിൽ ഈ വിഷയം പരിഹരിക്കപ്പെടണം എന്നുള്ള ആവശ്യം ലോകരാജ്യങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ആ നിർദ്ദേശം ഇറാനും ഇസ്രയേലിനും മുന്നിലേക്ക് വെക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും അതിശക്തമായ ആക്രമണം തന്നെയാണ് ഇരു രാജ്യങ്ങളുടെയും തന്ത്രപ്രധാന മേഖലകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് നടക്കുന്നത്. ഇറാനും ഇസ്രയേലും കരാറിൽ ഏർപ്പെടണമെന്നും അത് താൻ സാധ്യമാക്കും എന്നുമാണ് ട്രംപിന്റെ ഏറ്റവും ഒടുവിലായുള്ള പ്രതികരണം പുറത്തുവന്നത്.